സ്നേഹിതരെ, ഇന്ന് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന കർദിനാൾ ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടന്ന അനർത്ഥങ്ങൾ, ഭൂമികൊള്ളയിൽ, അതിന് തുടർന്നുണ്ടായ നിരവധി കേസുകളിൽ ഒരു ആശാവഹമായ സന്തോഷം നൽകുന്ന ചില നടപടികളുണ്ടായ ദിവസമാണിന്ന്. കാക്കനാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് കർദിനാളിൻ്റെ കള്ളക്കച്ചവടത്തിൻ്റെ കേസ് പരിഗണനയ്ക്ക് വരികയുണ്ടായി. ആയതിൽ 3 പ്രതികളിൽ ബ്രോക്കർ സാജു വർഗീസ് മാത്രമാണ് ഇന്ന് ഹാജരുണ്ടായിരുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ കാലങ്ങളായി ജോഷി വർഗീസ് ഈ കേസിൽ മൊഴി നൽകുക, ഇതൊരു പ്രൈവറ്റ് അന്യായമാണെന്ന് എല്ലാവരും അറിയുക. അപ്പോൾ അതിൽ പരാതിക്കാരൻ മൊഴി നൽകുക എന്നതാണ്, അതായത് കുറ്റപത്രം അങ്ങേർ കണ്ടെത്തിയ ജോഷി വർഗീസ് വേഴ്സസ് കാർഡിനൽ ആലഞ്ചേരി എന്ന കേസിൽ ജോഷി വർഗീസ് കണ്ടെത്തിയ സത്യങ്ങൾ, വിശ്വാസവഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, പണം വെട്ടിപ്പ്, വ്യാജരേഖ തുടങ്ങിയ വ്യാജപ്പട്ടയം തുടങ്ങിയ ജാമ്യമില്ലാ കേസുകൾ അടങ്ങുന്ന ഈ കേസ് മൊഴി നൽകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷി വർഗീസ് എന്ന പരാതിക്കാരൻ കണ്ടെത്തിയ കുറ്റകൃത്യങ്ങൾ കോടതി മുമ്പാകെ ബോധിപ്പിക്കുക. അപ്പോൾ ആയതിന് ഇന്നും പതിവ് പോലെ കർദിനാളിൻ്റെയും ജോഷി പുതുവയുടെയും ബ്രോക്കർ സാജു വർഗീസിൻ്റെയും 1, 2, 3 പ്രതികളുടെ വക്കീലന്മാർ ജോഷി വർഗീസിനു വേണ്ടി അഡ്വക്കേറ്റ് ജിമ്മി പി ആൻ്റണി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മറുഭാഗത്ത് 3 വക്കീലന്മാരാണ് അതിനെ പ്രതിരോധിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇന്നും അവർ അവരുടെ കർത്തവ്യം ചെയ്തു. പലവിധ തടസ്സവാദങ്ങൾ ഉന്നയിച്ചു. മൊഴി നൽകുവാൻ അവർ തയ്യാറല്ല, മൊഴി കേൾക്കുക എന്നുള്ളതിന് അവർ തയ്യാറല്ല എന്നൊക്കെ, ഹൈക്കോടതിയിൽ അപ്പീൽ നിലനിൽക്കുന്നു എന്നൊക്കെയുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും ജഡ്ജി മൊഴി കേൾക്കുവാൻ അല്ലെങ്കിൽ കുറ്റപത്രം കേൾക്കുവാൻ സന്നദ്ധനാണ്. പ്രതികളിൽ ഒരാൾ പ്രതിക്കൂട്ടിൽ ഹാജരുണ്ട്, ബ്രോക്കർ സാജു വർഗീസ്. മറ്റുള്ളവർ പലവിധ തടസ്സങ്ങൾ പറഞ്ഞ് വരാതിരിക്കുകയാണ്. ഇനി ഒരു ഘട്ടം കഴിയുമ്പോൾ അവരെയും സമൻസ് കൊടുത്ത് കോടതിയിൽ ഹാജരാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ കേസിൽ ജോഷി വർഗീസ് തനിക്ക് സാധ്യമായ എല്ലാ കാര്യങ്ങളും തൃപ്തികരമായി കോടതിയെ ബോധിപ്പിച്ചു. കോടതി അതെല്ലാം അപ്പോൾ തന്നെ രേഖപ്പെടുത്തി. ജഡ്ജി നേരിട്ട് തന്നെ അതൊക്കെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം കോടതി മുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ കോടതി രേഖപ്പെടുത്തിയ കാര്യങ്ങൾ വായിച്ച് ബോധ്യപ്പെട്ട് ജോഷി വർഗീസ് അതിനടിയിൽ ഒപ്പിട്ട് കൊടുത്തു. പ്രിയരെ, ഇവിടെ പ്രധാനമായിട്ടും ഇന്ന് പ്രതിഭാഗം വക്കീലന്മാർ ഉന്നയിച്ച ചില തടസ്സവാദങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി മുമ്പാകെ ചില തെളിവുകളായിട്ട് ഹാജരാക്കിയിട്ടുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ ഭൂമി കള്ളക്കച്ചവടം നടന്ന കാലഘട്ടങ്ങളിലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതിരൂപത ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് രജിസ്റ്റർ, അതിൻ്റെ കോപ്പി ഹാജരാക്കിയിരുന്നു. ബെന്നി മാരാമ്പറമ്പിൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് കോപ്പി ഹാജരാക്കിയിരുന്നു. KPMG അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഹാജരാക്കിയിരുന്നു. പക്ഷേ അവയെല്ലാം കോപ്പികളാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് പ്രതികളുടെ 1, 2, 3 പ്രതികളായ കർദിനാളിൻ്റെയും ജോഷി പുതുവയുടെയും സാജു വർഗീസിൻ്റെയും വക്കീലന്മാർ വാദിച്ചു. അപ്പോൾ കോടതി അത് സ്വീകരിച്ചിട്ട് പറഞ്ഞു, അതിൻ്റെ യഥാർത്ഥ കോപ്പി അതിൻ്റെ ഉറവിടങ്ങളിൽ നിന്ന് തന്നെ കിട്ടുന്നതിന് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും ബെന്നി മാരാമ്പറമ്പിൽ കമ്മീഷനും അതുപോലെ KPMGക്കും സമൻസ് കൊടുത്ത് ആ റിപ്പോർട്ടുകളും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും കോടതിയിൽ വരുത്തിക്കാം.
അങ്ങനെ കേസ് മുമ്പോട്ട് പോകുന്നതാണ് എന്ന് ഉറപ്പ് നൽകി. അപ്പോൾ അതനുസരിച്ച് ഇന്ന് കോടതി പിരിയുകയും കേസിലെ സുപ്രധാനമായ വാദിയുടെ മൊഴി കൊടുക്കുക അല്ലെങ്കിൽ കേസിലെ കുറ്റപത്രം കോടതി മുമ്പാകെ സമർപ്പിക്കുക എന്ന ശ്രമകരമായൊരു ദൗത്യം ഇന്ന് വിജയകരമായി ജോഷി വർഗീസ് പൂർത്തിയാക്കിയിരിക്കുന്നു. അതിന് എല്ലാ ഒത്താശയും താങ്ങും തണലുമായിട്ട് അഡ്വക്കേറ്റ് ജിമ്മി പി ആൻ്റണി എപ്പോഴും ഒരു വീറുറ്റ പോരാളിയായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വീറുറ്റ പോരാളിയായി കോടതിയിൽ എപ്പോഴും നിലകൊണ്ടിരുന്നു. ഇനി ഈ കേസ് അടുത്ത മാസം 28-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അന്ന് സമൻസ് തയ്യാറാക്കി സമൻസ് പെറ്റീഷൻ കൊടുത്ത് ഈ രേഖകളെല്ലാം കോടതിയിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിക്കും. അതുപോലെ ഹാജരാകാത്ത പ്രതികൾ 3 വട്ടം ഹാജരായില്ലെങ്കിൽ സമൻസ് കൊടുത്ത് അവരെ കർദിനാളും പ്രൊക്യുറേറ്റർ ജോഷി പുതുവയും അടക്കം എല്ലാവരെയും കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ കേസ് അതിൻ്റെ അർഹമായ ശ്രദ്ധയും അതിൻ്റെ അർഹമായ പ്രാധാന്യവും നമ്മൾ വിശ്വാസികൾ അല്ലെങ്കിൽ സഭാ നേതൃത്വം അതിന് കൊടുക്കുന്നുണ്ടോ? സത്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉത്തരവാദപ്പെട്ട സമിതികൾ ആരെങ്കിലും ഈ കേസിൽ കക്ഷി ചേരേണ്ടതാണ്. കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൊതു സ്വത്താണ് കർദിനാൾ വിറ്റുതുലച്ചത്. ഇന്നിപ്പോൾ പരിഗണനയ്ക്കെടുത്ത ബ്രോക്കർ സാജു വർഗീസ് സാക്ഷിക്കൂട്ടിൽ നിൽക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കെ ഇന്നെടുത്ത കേസിൻ്റെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതമാതാ കോളേജിനും എതിർവശത്തുള്ള 69 സെൻറ്റ് കർദിനാൾ സാജു വർഗീസിൻ്റെ പേരിൽ ബ്രോക്കറുടെ പേരിൽ 10 പൈസ വാങ്ങാതെ തീറ് കൊടുക്കുകയും കൊടുത്തിട്ട് ബ്രോക്കർ സാജു വർഗീസ് അത് പല കഷണങ്ങളായി വിറ്റ് കോടികൾ ലാഭമുണ്ടാക്കിയുമെന്ന്. ഇങ്ങനെ ലാഭക്കച്ചവടം നടത്തിയത് കൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന രജിസ്ട്രേഷൻ തന്നെ ഇല്ലാതായി. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത എല്ലാറ്റിനും ഒരു ടാക്സ് ഇളവും ഇല്ലാതെ എല്ലാറ്റിനും നികുതി കൊടുക്കുന്ന ഒരു കമേഴ്ഷ്യൽ സ്ഥാപനം പോലെ നികുതി കൊടുക്കുന്ന ഒരു സ്ഥാപനമായി നമ്മെ തളർത്തിയതിലെ പ്രധാന പങ്ക് വഹിച്ച കേസാണിത്. ഇതിൻ്റെ മറ്റൊരു രസകരമായ കാര്യം പറയുകയാണെങ്കിൽ 11/11/2016 ഈ കേസ് ഈ ഭൂമി ഭാരതമാതാ കോളേജിൻ്റെ എതിർവശത്തുള്ള കണ്ണായ സ്ഥലം സീപോർട്ട് എയർപോർട്ട് റോഡിലെ കണ്ണായ സ്ഥലം അതിൻ്റെ കരാറ് വയ്ക്കുന്നതിന് വേണ്ടി മുദ്രപത്രം വാങ്ങുന്നത് 11/11/2016 നവംബർ 11-ാം തീയതി. പക്ഷേ അതിൽ കരാർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്താണ് പറയുക, ഈ 6/9/2016 എന്ന് പറഞ്ഞിട്ടാണ്. അതായത് 2 മാസം അല്ലെങ്കിൽ 3 മാസം മുമ്പേ തന്നെ കരാർ എഴുതിയത്രേ. മുദ്രപത്രം പോലും തയ്യാറായിട്ടില്ല. മുദ്രപത്രം വാങ്ങുന്നതിന് മുമ്പ് തന്നെ ആ മുദ്രപത്രത്തിൽ നവംബറിൽ വാങ്ങിയ മുദ്രപത്രത്തിൽ സെപ്റ്റംബർ ഡേറ്റ് വെച്ച് കരാർ എഴുതുന്നു. വളരെ വിചിത്രമല്ലേ? അതുപോലെ തന്നെ ഏതാണ്ട് ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ മാസം നടന്ന സിനഡ്, ആഭാസ സിനഡ്, ആ സിനഡിലെ തീരുമാനങ്ങൾ ജൂൺ 14-ാം തീയതിയിലെ സിനഡിൻ്റെ തീരുമാനങ്ങൾ 9-ാം തീയതി തന്നെ പുറത്തു വരുന്നു. എത്ര ബാലിശമായ, എത്ര അപഹാസ്യമായ രീതിയിലാണ് നമ്മുടെ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതാണ് ഇതിൻ്റെ ചരിത്രം. കാനോൻ നിയമവും ലോഹയുടെയും അല്ലെങ്കിൽ തൊപ്പിയുടെയും അംശവടിയുടെയും തിളക്കത്തിൽ എല്ലാം പരിശുദ്ധമാണ്, ഭദ്രമാണ് എന്ന് കരുതിയെങ്കിൽ തെറ്റി.
എന്തുകൊണ്ട് ബിനു ചാക്കോയും കരിമ്പിൻകാലയും അല്ലെങ്കിൽ ആലിത്തച്ചിലും കാഞ്ഞിരപ്പള്ളിക്കാരൻ കോൺട്രാക്ടറും ഗുണ്ടാ കാവിൽ പുരേഡവുമൊക്കെ സീറോ മലബാറിനെ അടക്കി ഭരിക്കുന്നു? ഉരുക്കുമെത്രാൻ താഴത്ത്. ഇതൊക്കെ ഇവർ കാലങ്ങളായിട്ട് വിശ്വാസികളെയും സഭയെയും കബളിപ്പിച്ച് പണം പിടുങ്ങുകയാണ്. ആതുരാലയങ്ങളുടെ പേരിൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ്റെ പേരിൽ, നിയമനങ്ങളുടെ പേരിലെല്ലാം കോഴ വാങ്ങി അതുമാത്രം കൈമുതലാക്കി തൊഴിലാക്കി ഒരു കൂട്ടം MTNS CNA കാർ കങ്കാണിമാർ സഭയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കേസ് ജോഷി വർഗീസ് വേഴ്സസ് കാർഡിനൽ ആലഞ്ചേരി എന്ന കേസ് ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാക്കുന്ന, ഗുണപരമായ ഫലങ്ങളുണ്ടാക്കുന്ന ഒന്നാണ്. ആയതിലേക്ക് നമ്മുടെ സഭയുടെ ആത്മീയ അല്ലെങ്കിൽ കുർബാന പ്രശ്നത്തിനു വേണ്ടിയും അതിൻ്റെ സാംസ്കാരിക തനിമയ്ക്കും എല്ലാം വേണ്ടി പോരാടുന്ന സംഘടനകളും, പാസ്റ്ററൽ കൗൺസിൽ പോലെയുള്ളവർ, അതുപോലെ തന്നെ അതിരൂപത സംരക്ഷണ സമിതി, വൈദികർ, അതുപോലെ എറണാകുളത്തിൻ്റെ സ്ഥിരകേന്ദ്രമായ എറണാകുളം അരമനയിൽ ചേക്കേറിയിട്ടുള്ള സ്ഥാപിത താല്പര്യമോ അല്ലെങ്കിൽ യേശു താല്പര്യമോ സഭാ താല്പര്യമോ ഉള്ളവരെന്ന് ഇനിയും തെളിയാത്ത കുറേ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ, വൈസ് ചാൻസലർ, പിന്നെ എന്തൊക്കെയോ മനുഷ്യർക്ക് മനസ്സിലാവാത്ത അധികാരങ്ങൾ കൈവശം വെച്ചിരിക്കുന്നവർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ താല്പര്യങ്ങളാണെങ്കിൽ അവരിതിൽ കക്ഷി ചേരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ഒരു ചിന്താവിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് ഇന്ന് നടന്ന സ്വാഗതാർഹമായ കാര്യങ്ങൾ ഭാവിയിൽ ഗുണപരമായ നേട്ടങ്ങൾ നമുക്കുണ്ടാക്കും. അതിനായി ഏവരും സഹകരിക്കണം. ഇതിനെ പുതിയ സംഘടന ഉണ്ടായിട്ടാണെങ്കിൽ പോലും ഈ കേസിനെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ, ഇതിൽ ശക്തമായ കക്ഷി ചേരൽ നടത്തക്ക വിധത്തിൽ സാമ്പത്തികമായും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശക്തമായ പ്രവർത്തകരും സംഘടനകളും ഉണ്ടാകണം. അതിനെല്ലാവരും സഹൃദയവും സന്മനസ്സും കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.